ഗായ്സ്, ഹൗ ആർ യു ഓൾ? ഇന്ന് നമുക്കൊരു അടിപൊളി രസ്മലായി റെസിപ്പി ഉണ്ടാക്കിയാലോ. ഞാൻ പാക്കറ്റിലുള്ള രസ്മലായി പാക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു മുട്ട എടുത്ത് നല്ലോണം ബീറ്റ് ചെയ്യുക. ദേശമുള്ള എല്ലാവരും വിചാരിച്ചങ്ങ് ബീറ്റ് ചെയ്തോ. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തത് ഇങ്ങനെ പത വരുന്ന പോലെ ആക്കണം. അപ്പം കണ്ടോ, ഇങ്ങനെ ആക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ലിറ്റർ പാല്, ഞാനിപ്പം ടെട്രാ പാക്കാണ് യൂസ് ചെയ്യുന്നത്. റിയൽ ലൈഫ് മിൽക്കൊന്നും വേണ്ട, ലോങ് ലൈഫ് വേണ്ട, ടെട്ര എടുത്താൽ മതി ഗൾഫിലുള്ളവരാണെങ്കിൽ. അതിനുശേഷം ഒരു കപ്പ് വെള്ളം, വാട്ടർ എടുക്കുക. അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടുക നിങ്ങളുടെ ആവശ്യത്തിന്. പിന്നെ ഈ രസമലായിൻ്റെ മിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. മടി തീരില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് അങ്ങ് വാങ്ങി. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടൻ്റെ മിക്സിൽ അടിച്ച് വെച്ച് അതെന്ത് ചെയ്യാൻ ഈ രസ്മലായിൻ്റെ പാക്കിൽ അതിലേക്ക് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക, നല്ല ഒഴിച്ച് കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. വിസ്ക് വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, ബട്ട് യു ഹാവ് ടു യൂസ് യുവർ ഓൺ കൈകൾ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പ്യുവർ കൗസ് ഗീ അല്ലെങ്കിൽ RKG തലശ്ശേരിക്കാർ എങ്ങനെയാണെന്ന് പറയാൻ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈ വെച്ച് മിക്സ് ചെയ്തോ ഗൈസ്, അതാണ് രസം. ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ ലിറ്റിൽ ബിറ്റ് മോർ ഹൈജീനിക് അങ്ങനെയും ചെയ്യാം. അത് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം അന്നിങ്ങനെ കാണിക്കാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ, ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തേ. അപ്പം നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം കുഴച്ച് നമ്മളൊരു ഈ പരുവത്തിലേക്ക് ആക്കിയെടുത്തിരിക്കുന്നു. കുറച്ചും കൂടി കുഴയണം, ലൈക്ക് എത്ര കുഴക്കാൻ പറ്റുമോ അത്രയും കുഴക്കണം. അപ്പം ഇതൊരു ഫെയിലിയർ കഥയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ബേസിക്കലി ഞാൻ ഇത്രയാണ് കുഴച്ചത്, ബട്ട് ഇതിനും കൂടുതൽ കുഴക്കണം എന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം ഇങ്ങനെ ബോളാക്കാം. ബോളിങ്ങനെ അതെല്ലാം സെറ്റായിരുന്നു. ബോളെല്ലാം ആക്കിയത് അടിപൊളിയാണ്. അപ്പം ബോളാക്കി എടുക്കുക. നമ്മളിങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത്. So make a bowl. This is how it should look like. It does look like a Raffaello, right? അപ്പം ഇനി കുറച്ച് സ്പീഡ് ആയിക്കോട്ടെ. അങ്ങനെ ബോൾ ആക്കി എടുത്തിട്ടുണ്ട്. 15 കിട്ടുമെന്നാണ് പറഞ്ഞാൽ, 20 എണ്ണം. എനിക്ക് ആകെ 11 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബോൾ ഉള്ളത് കാണാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പാലിനി ബോയിൽ ചെയ്യുക. നല്ലോണം ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ഉണ്ട ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. But actually, that's how my thing got failed, guys. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഒറ്റ ഇട്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല. ഈ സാധനം ഫുള്ളും മിക്സായി പായസ രൂപത്തിലായി. പിന്നിത് എൻ്റെ ഒരു ആൻറ്റിക്ക് ഞാൻ പായസം എന്ന് പറഞ്ഞ് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രസഗുള പായസം ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് എല്ലാവരും ഇഷ്ടപ്പെട്ട് എല്ലാവരും കുടിച്ച് സംഭവം വീട്ടിൽ കാലിയായി. ബട്ട് ഈ സ്ലോമ വരെ സംഭവം നടന്നിട്ടുള്ളൂ, ബാക്കി ഫെയിലായിരുന്നു ഗൈസ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പിന്നെ രസഗുള അല്ലെങ്കിൽ രസമലായി പായസം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ ഐ വാസ് ട്രൈങ് ടു മേക്ക് എ രസമലായി, നോർമൽ രസമലായി, ബട്ട് ഐ എൻഡഡ് അപ്പ് ഗെറ്റിംഗ് സംതിങ് അമേസിങ് ആസ് എ പായസം. സോ സംഭവം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല, എല്ലാം കുടിച്ച് തീർന്നിന്. എന്തായാലും ഒരു ഫെയിലിയർ എന്നൊരു മിസ്റ്റേക്ക് എന്നൊരു സക്സസ് ആയ ഒരു കഥയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം കീപ് വാച്ചിങ് ഗൈസ്, ബൈ.